അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ ഈ പരിപാടിയെയും സംസാരത്തെയും ഇവിടെ അടുത്തു നിന്നും ദൂരത്തു നിന്നുമൊക്കെ ശ്രവിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, വിസ്ഡം യൂത്ത് സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അങ്ങാടികൾ കേന്ദ്രീകരിച്ച് മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രം എന്ന തലക്കെട്ട് എന്ന ഇസ്ലാമിൻ്റെ പ്രമേയം വിശദീകരിച്ചുകൊണ്ട് നടത്തുന്ന സംഗമങ്ങളുടെ പ്രസക്തി ഇവിടെ എൻ്റെ മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ലോകത്ത് ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്ന ജനവിഭാഗങ്ങളും മതങ്ങളും സമൂഹങ്ങളുമൊക്കെയുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും മൃഗങ്ങളും ലോകത്തെ മറ്റു പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളും വസ്തുക്കളുമൊക്കെ, ആ ചരാചരങ്ങളെയും വസ്തുക്കളെയും മനുഷ്യനെയും മൃഗങ്ങളെയും പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് എന്നും ആ ശക്തിയെയാണ്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ആ ശക്തി തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ഏറ്റവും അർഹനായവൻ എന്നുമാണ് ഇസ്ലാം മനസ്സിലാക്കുകയും ആ കാഴ്ചപ്പാടോടുകൂടെയാണ് ഈ ജീവിതം നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം അതാണല്ലോ. ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിൻ്റെ മുന്നിൽ മാത്രം കീഴൊതുങ്ങിക്കൊടുക്കുകയും വണങ്ങുകയും ചെയ്യുക. ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച്, മനുഷ്യൻ എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച്, അത് കേവലം ആരാധനാലയങ്ങളിലെ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, അങ്ങാടിയിൽ കച്ചവടം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് മുതിർന്നവരോടും ചെറിയവരോടും നമ്മുടെ ഈ ലോകത്ത് ഭൂമിയിൽ ജീവിക്കുന്ന മറ്റു ജീവികളോടും അടക്കം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന റബ്ബ് ചില നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ നിയമങ്ങളിലും ആ നിർദ്ദേശങ്ങളിലും കീഴൊതുങ്ങി അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച് അവൻ്റെ കൽപ്പനകളെ യഥാവിധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്ന ആദർശത്തോടു കൂടെ ജീവിക്കുന്ന മുസ്ലിം. എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസി സുഹൃത്തുക്കൾ, അധികവും നമ്മുടെ നിസ്കാരത്തിൽ 5 നേരം നിർബന്ധിതമായി നാം നിർവഹിക്കുന്ന നമ്മുടെ നിസ്കാരത്തിൽ, അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ നേരിട്ട സംഭാഷണത്തിൽ ആ ആരാധനാകർമ്മം ആരംഭിക്കുന്നത് തന്നെ പ്രാരംഭ പ്രാർത്ഥനയായി പഠിപ്പിക്കപ്പെട്ട, നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും പ്രാവർത്തികമായി ചൊല്ലിവരുന്ന പ്രാർത്ഥന വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർദ് ഹനീഫൻ വഅന അല്ലാഹുവിന്റെ മുന്നിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ച റബ്ബേ, നിന്റെ മുന്നിലേക്ക് ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, നിനക്ക് പുറമെ മറ്റൊരു പങ്കാളിയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ ബലികർമ്മം, എൻ്റെ മരണം അടങ്ങയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടിയാണ് നിർവഹിക്കുന്നത്. ലാ ശരീക ലഹു, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബേ, നിനക്ക് പങ്കുകാരനില്ല. വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് തന്നെ നീ എന്നെ സൃഷ്ടിക്കുന്നതിൽ നിനക്കൊരു പങ്കുകാരനില്ലാത്തതുകൊണ്ട്, എൻ്റെ ശ്വാസ പ്രക്രിയ അത് സംവിധാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന റബ്ബേ, നിനക്ക് ആ കർമ്മത്തിൽ ഒരു പങ്കുകാരനില്ലാത്തത് കൊണ്ട് മഴ പെയ്യിക്കുകയും ആ മഴ പെയ്തതിലൂടെ ചരാചരങ്ങൾ ഇവിടെ വളരുകയും അതിലൂടെ ഭക്ഷണവും മറ്റു കർമ്മങ്ങളും സംവിധാനിക്കുകയും ചെയ്തതിൽ നിനക്ക് പങ്കുകാരനില്ലാത്തതുപോലെ തന്നെ നിന്നോടുള്ള എൻ്റെ ബാധ്യതാ കർമ്മത്തിലും പങ്കുകാരനില്ല എന്ന വാഗ്ദത്വത്തോടുകൂടെയാണ് അള്ളാഹുവുമായുള്ള നമ്മുടെ സംഭാഷണം 5 നേരവും ഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ ആളുകളും ആരംഭിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അബുൽ ബഷർ, മനുഷ്യരുടെ പിതാവ് എന്ന് പറയുന്ന ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ മനുഷ്യനായ സൃഷ്ടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അള്ളാഹു മുഴുവൻ മനുഷ്യരോടും
മുഴുവൻ അവന്റെ സൃഷ്ടികളോടും കൽപ്പിച്ചിട്ടുള്ളതും പ്രവർത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളതും അള്ളാഹുവിന് മാത്രം ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുക, അവനെ മാത്രം അനുസരിക്കുക, അവന്റെ മുന്നിൽ സർവ്വതും ത്യജിച്ച് കീഴൊതുങ്ങി ജീവിക്കുക എന്ന തൗഹീദ് അടിസ്ഥാനമാക്കി ജീവിക്കാൻ തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അദ്ദേഹം അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ തലമുറകളൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ നബി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്ത ഇതേ ആദർശം അത് ജീവിതത്തിൽ പകർത്തിയും പാലിച്ചും തന്നെയാണ് കടന്നു വന്നത്. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം നമുക്ക് ഹദീസുകളിലൊക്കെ ഇങ്ങനെ തഫ്സീറുകളിലൊക്കെ ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും. കാന ബൈന ആദം വനൂഹിൻ അശറത ഖുറൂൻ അല തൗഹീദിൽ ഖാലിസ്. ആദം നബിയുടെയും പിന്നീട് വന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തേക്ക് ആദ്യമായി കടന്നു വന്ന പ്രവാചകനാണ്. ആ ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടുണ്ട്. 10 നൂറ്റാണ്ടുകൾ 10 തലമുറകൾ കടന്നുപോയിട്ടുണ്ട്. അല തൗഹീദിൽ ഖാലിസ്, നിരുപാധികമായ നിഷ്കളങ്കമായ ശുദ്ധമായ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു എന്തൊരാവശ്യത്തിനു വേണ്ടി മനുഷ്യരെ സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിച്ച ആവശ്യത്തെ എല്ലാ നിലക്കും പാലിച്ചുകൊണ്ട് തന്നെയാണ് ആദം നബി മുതൽ നൂഹ് നബി വരെയുള്ളതിന്റെ ഇടയിലെ 10 നൂറ്റാണ്ട് കാലഘട്ടം യഥാർത്ഥ തൗഹീദിൽ അടിസ്ഥിതമായി തന്നെയാണ് ആളുകൾ മുന്നോട്ട് പോയത്. പിന്നീട് എങ്ങനെയാണ് അള്ളാഹു ഏറ്റവും വെറുക്കുന്ന, അവനെ വലിയ പാപമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യുകയും താക്കീത് ചെയ്യുകയും ചെയ്ത ശിർക്ക് ലോകത്ത് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ചും പൗരാണികരായ കിതാബുകൾ, പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതിന്റെ കാലഘട്ടത്തിൽ ശിർക്ക് വ്യാപകമായി ഭൂമിയിൽ നടപ്പിൽ വരാൻ തുടങ്ങിയത്, അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചിട്ടില്ലാത്ത, പിന്നീട് 10 നൂറ്റാണ്ട് തലമുറകൾ പുലർത്തിയിട്ടില്ലാത്ത അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നതിനെ കുറിച്ച് ചില നാൾ വഴികൾ കിതാബുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം, അവർ സ്വീകരിച്ചത് ജനങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും നന്നായി ജീവിച്ച് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളെ അവരുടെ ഓർമ്മയ്ക്കു വേണ്ടി വിഗ്രഹങ്ങൾ നിർമ്മിച്ചു വെക്കലാണ്. അതാണ് ഒന്നാമത്തെ പടി. എന്തിനു വേണ്ടിയാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചത്? ആ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാനല്ല, ആരാധനകൾ അർപ്പിക്കാനല്ല, നേർച്ച വഴിപാടുകൾ അനുഷ്ഠിക്കാനുമല്ല, എന്തെങ്കിലും ഒരു പ്രത്യേകത കല്ലുകൊണ്ടോ മറ്റോ വസ്തുക്കളെ കൊണ്ടോ കൊത്തിയുണ്ടാക്കിയ ആ ബിംബങ്ങൾക്കുണ്ട് എന്ന വിശ്വാസത്തിനുമല്ല, മറിച്ച് അവരുടെ കൺമുന്നിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ടുപോയ സ്വാലിഹീങ്ങളെ അവരെ കാണുമ്പോൾ അവർ ഈ ദുനിയാവിൽ ബാക്കി വെച്ചുപോയ നന്മകൾ ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. ആ വിഗ്രഹത്തിന്റെ സമീപത്ത് ചെന്ന് സമയം ചെലവഴിക്കുമ്പോൾ അവർ ഈ നാട്ടിൽ ബാക്കിയാക്കി പോയ സൽക്കർമ്മങ്ങളെ കുറിച്ചോർക്കാനും അത് പിന്നീട് നമുക്കൊരു പാഠമാകാനും അവരുടെ ഓർമ്മകൾ അഴവിറക്കിക്കൊണ്ടേയിരിക്കാൻ ഒരു സംവിധാനം എന്നത് നിലക്കാണ് ആദ്യ കാലഘട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ആളുകൾ രൂപമുണ്ടാക്കിയത്. ആ സമൂഹത്തിലെ തന്നെ ദൈക്ഷണികരായ പണ്ഡിതന്മാർ ഓരോരുത്തരായി മരണപ്പെട്ടു തുടങ്ങിയതിന്റെ ശേഷം ആളുകൾ ആ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച വിഗ്രഹം അവർക്ക് ഗുണപാഠങ്ങൾ നേരുവാനും പഠിക്കുവാനും വേണ്ടി അവരാശ്രയിച്ചിരുന്ന അവരുടെ സമൂഹത്തിലെ സ്വാലിഹീങ്ങളുടെ വിഗ്രഹത്തിനരികിൽ ചെന്ന് അവരുടെ പരാതികൾ ഓരോന്ന് ബോധിപ്പിക്കാൻ തുടങ്ങി. ക്രമേണയാണ് അവരെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട കല്ലുകളെ കൊണ്ട്, അവരെ പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ട മരത്തിന്മേൽ കൊത്തിയുണ്ടാക്കിയ ആ വിഗ്രഹത്തിന്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് മാത്രം 10 നൂറ്റാണ്ടുകളായി മനുഷ്യന്മാർ അർപ്പിച്ചിരുന്ന തൗഹീദിന്റെ നേർഘടക വിരുദ്ധമായ ശിർക്ക് സംഭവിക്കുകയും ചെയ്യുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നീട് ഈ ശിർക്ക് ലോകത്ത് വ്യാപിക്കാൻ ആരംഭിച്ചു. സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടെ ആ പിന്നീട് വളർന്നു വന്ന അധികം പാണ്ഡിത്യമില്ലാതിരുന്ന, ഇരുത്തം വന്നിട്ടില്ലാത്ത പണ്ഡിതന്മാർ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും അവലംബിച്ചുകൊണ്ടിരുന്ന ഈ ശിർക്കിനെ സഹായിച്ചും അതിന് പേര് പറഞ്ഞും അത് മതമായി അംഗീകരിച്ചുകൊണ്ടും രംഗത്ത് വരാൻ തുടങ്ങി. അവിടെയാണ് ലോകത്ത് ഒന്നാമത്തെ പ്രവാചകൻ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ നിയോഗിക്കുന്നത് മുതൽ അദ്ദേഹം നടത്തുന്ന പ്രബോധനത്തെ കുറിച്ച് കൃത്യമായി സൂറത്തുൽ അഅറാഫിന്റെ 59 മുതൽ 62 വരെ കൂടിയ ആയത്തുകളിൽ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം.
അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആ ജനങ്ങൾ ഒരുമിച്ച് നിർവഹിച്ചു പോന്നിരുന്ന തൗഹീദിന്റെ വിപരീതമായി ശിർക്ക് വ്യാപകമായപ്പോൾ അല്ലാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അയച്ചു. ഫഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ റബ്ബിനെ ആരാധിക്കൂ. നമ്മെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, മഴ വർഷിപ്പിക്കുന്ന, രാപ്പകലുകൾ സംവിധാനിച്ച, സൂര്യനെയും ചന്ദ്രനെയും സംവിധാനിച്ച് അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനെ, ലോകത്തിന്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ, ഈ പരിചയപ്പെടുത്തിയ റബ്ബല്ലാതെ, അല്ലാഹു അല്ലാതെ എനിക്കും നിങ്ങൾക്കും മറ്റൊരു ആരാധ്യനില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നിർവഹിക്കാൻ ആരംഭിച്ചു. സ്വാഭാവികമായും നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും മതമായി ആചരിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു കർമ്മത്തിനെതിരെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വഹി മുഖേന പ്രബോധന കർമ്മത്തിന് അവിടെ തുടക്കം കുറിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ഉള്ളതുപോലെ തന്നെ കേരളത്തിലെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 1900-കളിൽ ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ ശുദ്ധമായ തൗഹീദിന്റെ പ്രബോധനം ആരംഭിച്ച ഘട്ടത്തിൽ എന്താണുണ്ടായത് എന്നതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തൗഹീദിന്റെ വിപരീതമായ ശിർക്ക് പടർന്നു വന്ന കാലഘട്ടത്തിൽ അതിന് വിപരീതമായ തൗഹീദിന്റെ ശബ്ദം പുലർന്നു വന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രബോധനം ആരംഭിച്ച ഘട്ടത്തിൽ ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഉണ്ടായത് തന്നെയാണ് ലോകത്തൊന്നാമത് ശിർക്ക് വ്യാപിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലും തൗഹീദി പ്രബോധനത്തിന് നേരെ ജനങ്ങൾ എടുക്കുന്ന സമീപനം. എന്താണ് ഖുർആൻ പറയുന്നു? ഖാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക മിൻ ളലാലിൻ മുബീൻ. അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞു, ഖാലൽ മലഉ, ആ സമൂഹം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തിരിച്ചു പറഞ്ഞത്, ഇന്നാ ലനറാക മിൻ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് എന്നാണ് നൂഹ് നബിയോട് ആ ജനസമൂഹം തിരിച്ചു മറുപടി പറഞ്ഞത്. അപ്പൊ ഖാല യാ ഖൗമി ലൈസ ബി ളലാലത്തുൻ വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ളലാലത്തുമില്ല, ഞാൻ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ വഹി മുഖേനയാണ് നിങ്ങളോട് പറയുന്നത്. ആ റബ്ബല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളില്ല. ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅൻശഹു ലക്കും വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷ നിർഭരമായിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ സൃഷ്ടിച്ച റബ്ബല്ലാതെ നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ മറ്റൊരു ശക്തിയില്ല കൂട്ടരെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വഅൻശഹു ലക്കും, എനിക്കതിൽ ഗുണകാംക്ഷ നിർഭരമായ സമീപനമാണുള്ളത്. വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിൽ നിന്നും നിങ്ങൾ അറിയാത്ത പലതും വഹി മുഖേന എനിക്ക് ലഭിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് ആ ശിർക്കിനെതിരെ ഒരു ഇസ്ലാഹി പ്രസ്ഥാനം, ഒരു നവോകരണ പ്രസ്ഥാനം, ഒരു ഉന്മ പ്രസ്ഥാനം ഉണ്ടായി വന്നാൽ അതിനോട് എങ്ങനെ സമൂഹം പ്രതികരിച്ചു എന്നതിന്റെ നേർചിത്രം തന്നെയാണ് സൂറത്തുൽ ആറാഫിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം ഇതിനോട് എങ്ങനെ സമീപിച്ചു എന്നത് വരച്ചു കാണിക്കുന്നതിലൂടെ നമ്മുടെ മുന്നിൽ വ്യക്തമാകുന്നത്. ഒന്നാമത് നമുക്കുള്ള ഗുണപാഠം, ശിർക്ക് കടന്നു വരുന്നത് പിശാച് അള്ളാഹുവിന് ഏറ്റവും കോപവും ദേഷ്യവും വെറുപ്പുമുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ശിർക്ക് ലോകത്ത് അനാവരണം ചെയ്യുന്നതിന്റെ രൂപം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളിലൂടെയാണ് എന്നർത്ഥം. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ മാത്രമല്ല, ലോകത്തെ ശിർക്കും കുഫറും സംഭവിച്ച ഏറ്റവും വലിയ ജനവിഭാഗം എന്ന അർത്ഥത്തിൽ നമ്മൾ രക്ഷ ചോദിക്കുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. അള്ളാഹുവിന്റെ കോപത്തിനിരയായവരെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ, വഴിപിഴച്ചു പോയിട്ടുണ്ട് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ അഹ്ലുൽ കിതാബിന്റെ ഭാഗ്യപത്രക്കാരായി വരുന്നവർ, ഈസാ നബിയുടെയും അതുപോലെ തന്നെ മൂസാ നബിയുടെയും അനുയായികളായി അള്ളാഹു തിരഞ്ഞെടുത്ത് ഇഞ്ചിയിലും തൗറാത്തും കൊടുത്ത് അള്ളാഹു നവീകരിച്ച വിഭാഗം, ജനവിഭാഗം അഹ്ലുൽ കിതാബുകാർ. യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ വിശ്വാസത്തിൽ എങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചത് എന്നതും ഇതേ രൂപത്തിൽ തന്നെയാണ് എന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹബശയിലേക്ക് ഹിജ്റ പോയ കൂട്ടരിൽപ്പെട്ട സ്വഹാബ വനിതയാണ്. ഹബശയിൽ നജ്ജാശിയുടെ കീഴിലുള്ള ക്രിസ്ത്യൻ ഭരണകൂടം നിലനിൽക്കുന്നിടത്തേക്കാണ് ഒന്നാമത്തെ മുസ്ലിം സംഘം ഹിജ്റ പോകുന്നത്. പിന്നീട് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്ന ചരിത്രം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബിശയിൽ ചെന്ന് അവിടുത്തെ ക്രിസ്തീയ കൊട്ടാരങ്ങളിൽ അല്ലെങ്കിൽ കനീസകളിൽ അവർ ആരാധിച്ചിരുന്ന ആരാധനാ കേന്ദ്രങ്ങളിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് വിവരിച്ചു കൊടുക്കുകയാണ്.
അവരെ സമൂഹത്തിൽപ്പെട്ട ഉന്നതരായ സ്വാലിഹ്യങ്ങളായ സൽക്കർമ്മികളായ ആളുകളുടെ വലിയകളായ ആളുകളുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ കൊത്തിവെച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവരുടെ കനീസകളിൽ. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ അതിന് മറുപടി കൊടുക്കുന്നത് ഉലൈക ശിറാറുൽ ഖൽഖി ലില്ലാഹി ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. അങ്ങനെ കനീസകളിൽ അവർ വിശ്വസിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചവർ ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥാനത്തുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, അതെന്താണ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെ? മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ അനന്തരവരായി കടന്നു വന്ന അവരുടെ സമൂഹത്തിൽപ്പെട്ടവരല്ലേ? അവർ അല്ലാഹുവിന് ഏറ്റവും മോശസ്ഥാനം അലങ്കരിക്കുന്ന സൃഷ്ടികളാകുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹ്, അവരുടെ കൂട്ടത്തിൽ നിന്നൊരു സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടാൽ സവ്വറൂ ലഹു തിൽക തസ്വാബീർ വബനൗ അലാ ഖബരിഹിൽ മസാജിദ്. അങ്ങനെ അവരെങ്ങനെയാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അവരുടെ കൂട്ടത്തിൽ നിന്നും സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടു പോയാൽ അവരെ എന്താക്കും? നീ ആ കെട്ടാരങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളിൽ കണ്ടതുപോലെ അവരുടെ വിഗ്രഹങ്ങൾ, അവരുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കും. എന്നിട്ട് അവരുടെ കബറിടങ്ങൾക്കിടയിൽ അവർ ആരാധനാലയങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കും. അങ്ങനെയാണ് ജൂത നസാറാ കോട്ട് സമൂഹത്തിലേക്കും ശിർക്ക് അരിച്ചു കയറി വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നോക്കൂ, 3 സംഭവങ്ങളാണ് നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഒന്ന്, ലോകത്ത് ഏറ്റവും ആദ്യമായി ശിർക്ക് സംഭവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം. അവരിൽ എങ്ങനെയാണ് ശിർക്ക് വന്നത്? അവരുടെ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടാകാൻ, ആ ഓർമ്മകളിലൂടെ ജീവിച്ചു പോകാൻ അവർ തീർത്ത സ്മാരകങ്ങൾ, വിഗ്രഹങ്ങൾ, പിന്നീട് അതിനെ ആരാധിക്കുന്ന ഘട്ടം വന്നു. പിന്നീട് ഈസാ നബിയുടെയും മൂസാ നബിയിലൂടെയും അള്ളാഹു സംസ്കരിച്ച വിഭാഗം, ഇഞ്ചീലിലൂടെയും തൗറാത്തിലൂടെയും അള്ളാഹു സംസ്കരിച്ചെടുത്തൊരു വിഭാഗം. എങ്ങനെയാണ് അവരിലും ശിർക്ക് സംഭവിച്ചത്? പ്രവാചകൻ പറയുന്നു, അവരിൽ നിന്ന് സ്വാലിഹായ ഒരു വ്യക്തി മരിച്ചാൽ അവർ ആ ഖബറിന്റെ അരികിൽ ഇവർ ആരാധനാലയങ്ങളെ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെയാണ് ശിർക്ക് സംഭവിച്ചത് എന്നാണ്. ഇങ്ങനെ തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ജനസമൂഹങ്ങളിലേക്കും ശിർക്ക് പതിയെ പതിയെ അരിച്ചു കയറുന്നത്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് തൗഹീദിന്റെ പ്രാധാന്യം എന്താണ്, ശിർക്കിന്റെ അപകടം എന്താണ് എന്നത് വിവരിച്ചു തരേണ്ടതില്ലാത്ത വിധം നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. എന്താണ് ഒരു വ്യക്തിയിൽ ശിർക്ക് സംഭവിച്ചാൽ ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, നിങ്ങൾ നമ്മുടെ ഒക്കെ രക്ഷിതാവായ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ ആരാധിക്കുക. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരാണോ അല്ലാഹുവിൽ ആരാധനയിൽ പങ്കു ചേർക്കുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനെ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടിപ്പിക്കുന്നത് പോലെ അവന്റെ സൃഷ്ടികളെ ഇടപെടിപ്പിക്കുന്നത്, അവരോട് സഹായങ്ങൾ ചോദിക്കുന്നത്, നേർച്ച വഴിപാടുകളും ബലിയറവുകളും ഒക്കെ അള്ളാഹുവിന് കൊടുക്കേണ്ടതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സ്വർഗത്തെ ഹറാമാക്കിയിട്ടുണ്ട്. അവരുടെ സങ്കേതം എന്ന് പറയുന്നത് നരകമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ അപകടം സംഭവിക്കുന്ന മറ്റേത് കാര്യമാണുള്ളത്? സ്വർഗം ഹറാമാക്കപ്പെടുന്ന, നരകം അഭയകേന്ദ്രമാക്കപ്പെടുന്ന ഏത് തിന്മയുടെ വിഷയത്തിലും ഒരു വിശ്വാസി എടുക്കുന്ന ഗൗരവമായ സമീപനം എന്താകണം എന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോഴാണ് നമ്മൾ കേൾക്കുന്ന ചില വാഗ്ദഗതികൾ പള്ളിയിൽ നിന്ന്, സമൂഹത്തിന് നേർവഴി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന്, മിമ്പറുകളിൽ നിന്ന്, മതപഠന ക്ലാസുകളിൽ നിന്ന് ഈ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ വളരെ പൊതുവൽക്കരിക്കപ്പെട്ട് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു വാചകമാണ്, വിശ്വാസികളിൽ എങ്ങനെ ശിർക്ക് സംഭവിക്കും? ശിർക്ക് ഇസ്ലാമിന് ഇതരമായ ജനസമൂഹങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയ, അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുന്ന, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന ഒരു വിശ്വാസിയിൽ ശിർക്ക് സംഭവിക്കുകയേയില്ല എന്നൊരു അധ്യാപനം, എന്നൊരു പൊതുനിയമം ജനങ്ങൾക്കിടയിൽ ക്ലാസുകളിൽ നിന്നും മറ്റുമൊക്കെ കേട്ട ഒരു പൊതുബോധമാണ് ജനമനസ്സിലുള്ളത്. അതുകൊണ്ട് നമ്മളൊക്കെ കാലങ്ങളായി ഷഹാദത്ത് ചൊല്ലി വിശ്വസിച്ച ജനവിഭാഗമാണ്. നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും മുകളിലേക്കുള്ള ആളുകളുമൊക്കെ അങ്ങനെ തൗഹീദ് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, ഖുർആൻ ഓതുന്ന എനിക്കെങ്ങനെ ശിർക്ക് വരുമെന്നതാണ് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആലോചിക്കാറുള്ളത്.
എന്നാൽ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ച ചരിത്രം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പ് 10 നൂറ്റാണ്ടില്ലാത്തൊരു ശിർക്ക് എങ്ങനെയാണ് വന്നത്? ലോകത്താദ്യമായി അയക്കപ്പെട്ട മനുഷ്യൻ അത് ആദം നബിയാണ് എന്നതിൽ ഒരു വിശ്വാസിക്കിടയിലും തർക്കമില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അദ്ദേഹത്തിന് ശിർക്കില്ലായിരുന്നു എന്നതിലും ലോകത്തൊരാർക്കും തർക്കമില്ല. അദ്ദേഹത്തിന്റെ മക്കളിലും അധർമ്മങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എങ്കിലും, തിന്മകൾ പലതും വളർന്നു വന്നിട്ടുണ്ട് എങ്കിലും 10 നൂറ്റാണ്ടുകൾ ശിർക്കില്ല എന്നത് സ്വഹാബി വര്യനായ ഇബ്നു അബ്ബാസ് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നീട് അവരിൽ എങ്ങനെ ശിർക്ക് സംഭവിച്ചു? ആരിലാണ് ഒന്നാമത്തെ ശിർക്ക് സംഭവിക്കുന്നത്? മുസ്ലിമീങ്ങളിലാണല്ലോ. ആദം നബി പഠിപ്പിച്ചു കൊടുത്ത അവരുടെ തലമുറകളിലൂടെ കൈമാറി വന്ന ആദർശമുണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണല്ലോ ആദ്യമായി ശിർക്ക് സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തെ വിശ്വസിച്ചവരെ ഒഴിച്ച് മറ്റെല്ലാവരെയും അല്ലാഹു നശിപ്പിച്ചു. പിന്നെയും ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു. അവരൊക്കെ എന്തിനാണ് കടന്നു വന്നത്? ഇതേ ആദർശം പ്രചരിപ്പിക്കാനല്ലേ. മക്കയിൽ ആദ്യമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എത്തുന്നു, തന്റെ മകൻ ഇസ്മായിൽ നബി എത്തുന്നു. അവരിലൂടെ, അദ്നാനികളിലൂടെ, ഖുറൈശികളിലൂടെ, അറബികളിലൂടെ മക്കയിൽ ജനവാസം പരക്കുന്നു, ആളുകൾ ഉണ്ടായി വരുന്നു. മക്കയിലെ ജനങ്ങളുടെ തലയിൽ തലമുറകളുടെ പിന്നോട്ട് പോയാൽ ആരാണ് അവിടുത്തെ പിതാവ് എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ആദർശ പിതാവായ ഇബ്രാഹിം നബിയുടെ തലമുറകളിലേക്ക് പിന്നീട് ശിർക്ക് അരിച്ചു കയറി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ വിശ്വാസികളിൽ തന്നെയാണ് ശിർക്ക് സംഭവിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്തോതി നമുക്ക് പഠിപ്പിച്ചു തന്നല്ലോ, നിങ്ങൾ വമാ യുമിനു അക്തറുക്കും ഇല്ലാ വഹും മുശ്രികൂൻ. വിശ്വാസികളിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടെന്ന അല്ലാതെ എന്ന. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ന ശിർക്കൽ ദുൽമുൻ അളീം. വ്യഭിചാരമല്ല, പലിശയല്ല, മറ്റേതെങ്കിലും അധർമ്മ പ്രവർത്തനങ്ങളല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ അവനല്ലാത്തവർക്ക് അർപ്പിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് കുറ്റിക്കാട്ടൂരിലെ ഈ വിസ്റ്റം യൂത്തിന്റെ തസ്വിയയുടെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന വിശ്വാസി സമൂഹത്തോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് ഗുണകാംക്ഷ നിർഭരമായാണ് സംസാരിക്കുന്നത് എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈ വേദിയിൽ ഇന്ന് രാത്രി മുഴുവനും നിങ്ങൾ കേൾക്കുന്നത് ഗുണകാംക്ഷ നിർഭരമായ സംസാരമാണ്. നോക്കൂ, ശിർക്ക് സംഭവിച്ചാൽ നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും വെറുതെയാവുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു പറയുന്നത്, ലൈൻ അശ്റക്തും ലയഹ്ബതന്ന അമലുക്കും. അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ലൈൻ അശ്റക്തും ലയഹ്ബതന്ന അമലുക്കും. പ്രവാചകരെ, താങ്കളിലാണ് ശിർക്ക് സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും ബാത്തിലായി പോകും. കുറ്റിക്കാട്ടൂരിലെ എൻ്റെ വിശ്വാസി സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, എത്ര നിസ്കാരങ്ങൾ, എത്ര സുന്നത്ത് നിസ്കാരങ്ങൾ, എത്ര നോമ്പ്, എത്ര സ്വതക്കകൾ, എത്ര ഖുർആൻ പാരായണം, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് അവനിൽ നിന്ന് പാരത്രികമായ ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തിൽ എല്ലാവരും പിരിഞ്ഞുപോയി 6 അടി മണ്ണിലേക്ക് നമ്മളെ താഴ്ത്തി വെച്ച് കുടുംബവും കൂട്ടവും ഒക്കെ പിരിഞ്ഞുപോയാൽ ഖബറിൽ ലഭിക്കേണ്ട പ്രതിഫലം ആലോചിച്ച് നമ്മൾ ഓതിത്തീർത്ത ആയത്തുകൾ, നമ്മൾ നോറ്റ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്ക, ഇതെല്ലാം ബാത്തിലായി പോകും. ഒരൊറ്റ ശിർക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അപ്പൊ അത് ഗുരുതരമുള്ള കാര്യമല്ലേ? ആ ഗുരുതരമായ കാര്യം നമ്മളിൽ വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ്, അത് വന്ന ചില ഏരിയകളെ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇസ്ലാഹി പ്രസ്ഥാനം 1900 മുതൽ കേരളത്തിന്റെ പരിസരങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സംസാരത്തിന്റെ പിറകിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംഘടന ലക്ഷ്യമേ അല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനെ, മുസ്ലിം പുരോഹിതനെ, ഒരു മുസ്ലിം പ്രഭാഷകനെ, അവരോടുള്ള വ്യക്തിവിദ്വേഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തെ പ്രവർത്തനത്തിൽ കേരളത്തിൽ ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടേ ഇല്ല. മറിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ശുദ്ധമായ തൗഹീദ് പറഞ്ഞപ്പോൾ ജനസമൂഹത്തിലെ ആളുകൾ പറഞ്ഞു, അതുപോലെയുള്ള വാചകങ്ങളാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. നോക്കൂ, കേരളത്തിൽ ഇപ്പോ ഈയുടെ സ്ഥിതി മാറ്റി നിർത്തിയാൽ ഒരു 20 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ പോലും മുസ്ലിം സമൂഹത്തിനോട് നവജാഗരണ പ്രസ്ഥാനമായ ഇസ്ലാഹി പ്രസ്ഥാനം അള്ളാഹുവിനോട് മാത്രം ആരാധിക്കൂ എന്ന്
യഹൂദികളിലും നസാറാക്കളിലും വന്നുപോയൊരു വിടവിനെ പോലെ നമ്മളിലെ സ്വാലിഹീങ്ങളെ അവരെ ആദരിച്ച് അവരുടെ ഖബറുകൾക്കിടയിൽ പള്ളികൾ ഉണ്ടാക്കി ആരാധിക്കല്ലേ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോൾ ആളുകൾ ഒറ്റ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു, അവർ ദുർമാർഗികളാണ്, അവർ പിഴച്ചുപോയവരാണ്, വഴിപിഴച്ചവരാണ്, ലാല്ലുകളാണ്, മുതില്ലുകളാണ് എന്ന ആക്രോശങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആളുകളുടെ എണ്ണത്തെ കവിച്ചു നിർത്തി മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ആദർശ പോരാട്ടമാണ് ഒരു നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഈ സദസ്സിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും 10, 15, 20 വർഷം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ തലമുറക്കപ്പുറത്ത് ഇതുപോലെ ശിർക്കിന്റെ വചനങ്ങൾ, ശിർക്കിന്റെ മാർഗങ്ങൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഒന്നാലോചിക്കുകയും ആത്മാർത്ഥമായി പഠിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ മാർഗം തുറന്നു വെച്ചു കൊടുത്തു. ഇന്ന് അൽഹംദുലില്ലാഹ് അള്ളാഹു അല്ലാത്ത ഒരാളോടും നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നത്തിലും റബ്ബല്ലാത്ത ഒരാളെയും നമ്മൾ ഇടപെടിപ്പിക്കുന്നില്ല. ബദറുണ്ടായത്, ഉഹുദുണ്ടായത്, ഖന്തക്കുണ്ടായത്, പ്രവാചകന്റെ ഹിജ്റയുണ്ടായത്, ഇതൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹത്തെ നോക്കിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനം, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബൊന്നാണെങ്കിൽ, മഴ പെയ്യിപ്പിക്കുന്ന റബ്ബൊന്നാണെങ്കിൽ, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ആ റബ്ബിനോട് കടാകടിയന്മാരായി നിൽക്കാൻ, ആ റബ്ബ് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശം. അത് പഠിപ്പിക്കാനും അത് ബോധ്യപ്പെടുത്താനുമാണ് ഇന്ന് ഈ വേദി നിങ്ങളുടെ കാർത്ത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സംവദിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രദേശവാസികളായി ഇതിന്റെ ചുറ്റുഭാഗത്തു നിന്ന് ഈ സംസാരം ശ്രവിക്കുന്നവർ ഈ സദസ്സിലേക്ക് നിങ്ങൾ കയറിയിരുന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ പണികളിലും വ്യാപൃതരാകുന്ന തിരക്കുകൾക്കുമിടയിൽ ഈ ശബ്ദത്തിന് നിങ്ങൾ കാതോർക്കണം. എന്നിട്ട് പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞു പോകുന്ന വാചകങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ മുന്നിൽ നിർത്തി നമ്മളൊരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഒന്ന് പഠിച്ചു നോക്കണം. നോക്കൂ, ഈ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വഹാബികളൊക്കെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയെക്കുറിച്ച് ചോദിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. പക്ഷെ അതേ പറയാണ്, ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കാരണം ഞാൻ കുൻതു അസ്അലുഹു അനി ശർരി മഖാഫതൻ അൻ അഖഅ ഫീഹി, ഞാൻ പ്രവാചകരോട് അധികവും ചോദിക്കാറുണ്ടായിരുന്നത് ഷർറുകളെ കുറിച്ചാണ്, ജീവിതത്തിൽ വന്നേക്കാവുന്ന തിന്മകളെ കുറിച്ചാണ്. മഖാഫതൻ അൻ അഖഅ ഫീഹി, ആ തിന്മയിൽ ഞാൻ വന്ന് പെട്ടുപോകാതിരിക്കാനാണ് ഞാൻ പ്രവാചകരോട് അധികവും തിന്മയെക്കുറിച്ച് ചോദിച്ചത്. എന്നിട്ട് ആ സംസാരം അദ്ദേഹം അവസാനിക്കുമ്പോൾ പറയുന്നത്, മല്ലം യഅരിഫി ശർറ, ആർക്കാണോ തിന്മ അറിയാതെ പോകുന്നത്, മിനൽ ഖൈർ, നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ, യഖഉ ഫീഹി ഫമൻ ലാ യുമയ്യിസ് ബൈനൽ ഖൈരി വശർ, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥ വന്നാൽ സയഖഉ ഫി ശർരി ഹത്തമൻ, തീർച്ചയായും അവന്റെ പര്യവസാനം സിനിമയിൽ ചെന്ന് താടുമെന്നാണ്. അതുകൊണ്ട് ശിർക്ക് എന്ന് ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ നമ്മുടെ കർണപുടങ്ങൾ തുറന്നു വെച്ച് ഇവിടുത്തെ സംസാരത്തെ നമ്മൾ പൂർണ്ണമായ ഗുണകാംശ നിർഭരമായി നമ്മൾ കേൾക്കണം. എന്നിട്ട് ആലോചിക്കണം, എന്നിട്ടൊരു പഠന വിധേയമാക്കണം. എന്നിട്ട് ആ പഠനത്തിന്റെ പര്യവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരം, നമ്മളിപ്പോൾ ഉള്ള ശരണിയും തന്നെ അള്ളാഹുവിൽ ശിർക്ക് വരാത്ത മുഖ്ലിസായ തൗഹീദാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എങ്കിൽ നമുക്ക് ആശ്വസിക്കാം. അതല്ല, നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന കർമ്മം നൂഹ് നബിയുടെയും യഹൂദരുടെയും നസാറാക്കളിലേക്കുമൊക്കെ പതിയെ ശിർക്കരിച്ചു വന്നതുപോലെ എവിടെയൊക്കെയോ വിശ്വാസത്തിൽ ശിർക്കിന്റെ കണികകൾ വന്നു എന്ന് പഠനത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? എങ്കിൽ പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട്, ഖബറിനെ മുൻനിർത്തിക്കൊണ്ട് അനന്തമായി പോകുന്ന പരലോകത്തിന് നേരുന്ന ശിക്ഷാരക്ഷകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം. ആ ഇച്ഛാശക്തിക്ക് വേണ്ടിയിട്ടാണ്, ആ ഈമാനും ഇഖ്ലാസും നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത്. തീർച്ചയായും ഏതൊക്കെയോ മാർഗങ്ങളിലുള്ള അത്തരം ശിർക്കുകൾ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരൊറ്റൊരു ഉദാഹരണം കൂടെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ലഗഫാറുൻ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്, ഞാൻ തൗബ ചെയ്തു കൊടുക്കുന്നവനാണ്. സൃഷ്ടികളിൽ പാപങ്ങൾ വന്നു പോയാൽ അവരെന്നോട് ചോദിക്കട്ടെ, ആ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ ഞാൻ സദാ സന്തോഷവാനായി കാത്തിരിക്കുന്നു എന്ന് റബ്ബിന്റെ അധ്യാപനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ പരിശുദ്ധ ഖുർആന്റെ സ്ഥാനത്ത് നിർത്തി ആദരിച്ച് സ്വീകരിച്ച് ആലപിക്കുന്ന വാചകങ്ങൾ നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ, ارتكبت على الخطا غير حسن وعدد لا كأشكو فيه يا سيدي خير النبي,
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ ഞാൻ തെറ്റ് ചെയ്തു, പ്രവാചകനോട് ചെയ്തു പോയ ഒരു തെറ്റുമല്ല, മറിച്ച് ഞാനൊരു തിന്മ ചെയ്തു, രഹസ്യത്തിൽ അറിയാതെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കബറിനെയും പരലോകത്തെയും ബാധിക്കുന്ന ഒരു തിന്മ വന്ന് സംഭവിച്ചു. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം രഹസ്യത്തിലും പരസ്യത്തിലുമായി എന്തൊക്കെയോ തിന്മ എന്നിൽ വന്നുപോയി. എന്നാൽ റബ്ബേ, ആ പാപങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ ചോദിക്കുകയാണ്. ആ പ്രവാചകരെ, ആ തിന്മ താങ്കൾ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് സ്വാലിഹീങ്ങളായ ഇത്തരം ആളുകളെ, പ്രവാചകന്മാരെ, ഔലിയാക്കളെ, ബദറിൽ തൗഹീദിന് വേണ്ടി പോരടിച്ചവരെ ഒക്കെ മുൻനിർത്തി അവർക്ക് അർഹിക്കാത്തൊരു സ്ഥാനം കൊടുത്ത് നസാറാക്കളിലേക്ക്, നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് എങ്ങനെ ശിർക്ക് അരിച്ചു കയറി വന്നുവോ അതുപോലെ തന്നെയാണ് ഇത്തരം ആളുകളിലൂടെ ശിർക്ക് മുസ്ലിം സമൂഹത്തിലേക്കും അരിച്ചു കയറി വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉമ്മത്തിൽ അത്തരം വരുന്ന ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നു എന്നും ആ ശിർക്കിൽ നിന്ന് മുക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുമൊക്കെ പ്രവാചകൻ നമ്മോട് നടത്തിയ സാരോപദേശം ആ നിലക്കാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. അതുകൊണ്ട് ഈ കുറ്റിക്കാട്ടൂരിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് നിന്ന് ഈ സംസാരത്തെ കേൾക്കുന്നവരോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത്, ഇതൊരു നസീഹത്താണ്, ഇതൊരു ഗുണകാംക്ഷയാണ്, നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്നതാണ്, ഖബറിലെയും പരലോകത്തെയും രക്ഷയെയും ശിക്ഷയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കുറ്റിക്കാട്ടൂർ അങ്ങാടിയിലൂടെ അപകടകരമായി വണ്ടി ഓടിച്ചു പോകുന്ന ഒരു വ്യക്തിയോട് ആ അപകടകരമായ ഡ്രൈവിംഗ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഒരു അപകടത്തിൽ പരിണമിക്കും എന്ന് പറയാൻ ഒരു മനുഷ്യന് സാമൂഹികമായ ഉത്തരവാദിത്വം ഉള്ളതുപോലെ ശാശ്വതമായ പരലോകത്ത് അള്ളാഹു സ്വർഗം ഹറാമാക്കുന്ന, നരകം ശാശ്വതമാക്കുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എന്തോന്ന് നിങ്ങളുടെയൊക്കെ വിശ്വാസത്തിലും കർമ്മത്തിലും ഉണ്ട് എന്ന് പറയൽ മുജാഹിദ് പ്രസ്ഥാനം, വിശ്വാസി സമൂഹം നിർവഹിക്കേണ്ട ഒരു ഗുണകാംക്ഷയാണ് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുറന്നു വെച്ച മനസ്സോടുകൂടെ, ഒരു പഠനാർഹമായ ചിന്തയോടുകൂടെ ഈ സംസാരത്തെ നിങ്ങൾ എടുക്കുകയും കേൾക്കുകയും വേണം. എന്നിട്ട് തുടർ പഠന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ആ പഠന പ്രവർത്തനങ്ങളുടെ ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഉസ്താദുമാരോട് ചോദിക്കണം, അതിൻ്റെ മറുപടി ചോദിക്കണം. അങ്ങനെ അന്വേഷിച്ച് പഠിച്ച് പാരത്രിക ലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രമവും ആ നിലക്കുള്ള പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാനാണ് വിസ്റ്റം യൂത്ത് ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഈ സംഗമം പിരിഞ്ഞു പോകുമ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ഭാഗമാകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ആഹ്വാനം ചെയ്യാനുമല്ല ഈ സദസ്സും ഈ സംഘവും ഈ പരിപാടിയും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കി അത് പുൽകാനും പിന്നെ ദുർമാർഗത്തെ ദുർമാർഗമായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.